അബ്ദുൽ ഖാദിർ ഖാദിരി ഉദ്ധരിക്കുന്നു, ഷെയ്ഖ് ജീലാനിയുടെ അത്ഭുതങ്ങൾ കേട്ടറിഞ്ഞ് വിദേശിയായ ഒരാൾ ബഗ്ദാദിലെത്തി. അദ്ദേഹം ഷെയ്ഖിന്റെ ഗോശാലയിൽ 40 കുതിരകൾ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും തളക്കുന്ന കുറ്റിയും ചങ്ങലയും പട്ടിന്റെ വിരിപ്പുകളും കണ്ടപ്പോൾ സംശയിച്ചു. ഒരു വലിയന് ഇത്രയും ഭൗതിക താല്പര്യങ്ങളോ രാജാക്കന്മാരുടെ അടുക്കൽ പോലും കാണാത്ത കാഴ്ചയാണല്ലോ ഇത്. ഷെയ്ഖിനോട് താല്പര്യം കുറഞ്ഞു. ബാബു ഷെയ്ഖിൽ വരാതെ മറ്റൊരു സ്ഥലത്ത് പോയി താമസിച്ചു. അവിടെ വെച്ച് അയാൾ രോഗബാധിതനായി. കലശലായ രോഗത്തിന് അന്നുള്ള ചികിത്സകർക്ക് പ്രതിവിധി കണ്ടെത്താൻ ായില്ല. അവസാനം ഒരു ഡോക്ടർ അത്താണിയായി വന്നു. അദ്ദേഹം അത്ഭുതകരമായ ഒരു ചികിത്സ നിർദ്ദേശിച്ചു. ചില പ്രത്യേകതകൾ എണ്ണിപ്പറഞ്ഞ് ഈ സവിശേഷതകൾ മുഴുവനും മേളിച്ച 40 കുതിരകളുടെ കരൾ രോഗിക്ക് നൽകേണ്ടതാണെന്നും അതുമാത്രമാണ് പരിഹാരമെന്നും കൽപ്പിച്ചു. ഈ സവിശേഷതകൾ ഉള്ള കുതിരയെ അന്വേഷിച്ച് നെട്ടോട്ടമായി. ചിലർ പറഞ്ഞു, ഇത്തരം കുതിരകൾ ഷെയ്ഖിന്റെ പക്കൽ കാണാൻ സാധിച്ചിട്ടുണ്ട്, നമുക്ക് ഷെയ്ഖിനെ സന്ദർശിക്കാം. ഉദാരമതിയായ അവിടെ നിന്ന് നമ്മെ നിരാശരാക്കുകയില്ല. വൈദ്യൻ നിർദ്ദേശിച്ച സവിശേഷതകൾ ഉള്ള 40 കുതിരകളുടെ കരൾ അവർ ഷെയ്ഖിനോട് ആവശ്യപ്പെട്ടു. അന്നവർക്ക് ഒരു കുതിര നൽകി. പിന്നീട് തുടർച്ചയായി 40 ദിവസവും ഓരോ കുതിരയെ നൽകുകയുണ്ടായി. അവസാനം അല്ലാഹു രോഗിക്ക് ശമനം നൽകി. നന്ദി സൂചകമായി വിനയാന്വിതനായി ഷെയ്ഖിനെ സന്ദർശിച്ച അദ്ദേഹത്തോട്, ആ കുതിരകളെ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിവെച്ചതായിരുന്നു. നമ്മളോടുള്ള സ്നേഹം കാരണം വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കലശലായ ഒരു രോഗം വരുമെന്നും അതിന് ഇത് മാത്രമേ പരിഹാരമാകൂ എന്നും എനിക്ക് വിവരം ലഭിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവകളെ വാങ്ങിയത്. പക്ഷെ നിങ്ങൾ നമ്മുടെ ഗോശാലയുടെ പരിസരത്തുകൂടെ പോയി കുതിരകളുടെ കുറ്റിയും ചങ്ങലയും വിരിപ്പും കണ്ടപ്പോൾ താങ്കൾക്ക് നമ്മളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും മറ്റൊരിടത്ത് പോവുകയും രോഗബാധിതൻ ആവുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് മാപ്പപേക്ഷിച്ചു. നിലപാടുകൾക്ക് മാറ്റം വരുത്തി. ഷെയ്ഖിന്റെ മുരീദായി. ഷെയ്ഖ് ജീലാനി കുറ്റിയും ചങ്ങലയും വിരിപ്പും ആ മഹാവൈദ്യന് സംഭാവന നൽകി. ക്രിസ്ത്യാനിയായ അദ്ദേഹം അപ്പോൾ തന്നെ ഷെയ്ഖിന്റെ അടുക്കൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു. തഫ്രീഖ്